ഹായ് ഗൈസ്, രമ്യ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ഒരു ആവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തല്ലേ പറ്റുള്ളൂ. സോ അവർക്ക് വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണം. സോ നമ്മൾ പട്ട, ഏലക്ക, ഗ്രാമ്പ്, സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, പൊട്ടാറ്റോ അതായത് ഉരുളക്കിഴങ്ങും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചൂടുള്ള കുക്കറിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് അതിൽ കൂടെ നമ്മളുടെ പട്ട, ഏലക്ക, ഗ്രാമ്പ് അങ്ങോട്ട് ഇടുകയാണ്. ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുകയാണ്, പച്ചമുളക് ഇടുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് ഫ്രൈ ആകാൻ വേണ്ടി. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് അതിലൂടെ തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കുകയാണ് കേട്ടോ, നല്ല രീതിയിൽ ഇളക്കണം. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് അതിൽ കൂടെ തട്ടുകയാണ്. ഈ നോൺ വെജ് സ്റ്റൂവിനും ഇതിനും വളരെയധികം ഡിഫറൻസ് ഇല്ല, എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി തട്ടുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് ചൂട് വെള്ളമാണ് ഞങ്ങൾ ഒഴിക്കുന്നത്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ, അതുകൊണ്ട് ചൂട് വെള്ളമാണ് ഞങ്ങൾ ഒഴിക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ചു വിജയമ്മയുടെ സ്റ്റൈലിൽ 1 വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ കറക്റ്റ് രീതിയിൽ വെന്തിട്ടുണ്ട്. കൂടുതൽ വിസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് സ്മാഷായി പോകും, അതായത് വെന്തഴുകിപ്പോവും. എന്നിട്ട് നമ്മൾ 1 പാലാണ്, അതായത് ആദ്യത്തെ പാലാണ് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. ആദ്യത്തെ തേങ്ങാപ്പാൽ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, 1-ാം പാൽ 2-ാം പാൽ ഒഴിക്കുന്നില്ല. നോൺ വെജിൽ അങ്ങനെയായിരുന്നു, പക്ഷേ വെജിൽ 1-ാം പാൽ മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ പെപ്പർ നമ്മൾ തട്ടുകയാണ്. പെപ്പറിന് ശേഷം നമ്മൾ തട്ടുന്നത് ഗരം മസാലയാണ് കേട്ടോ, കാര്യം ആ ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ല വാസന വരുന്നുണ്ട്. നല്ല എന്ത് പറയാനാണ്, കഴിക്കാൻ കൊതി തോന്നുന്നു കേട്ടോ. ഇതും അപ്പവും, അതായത് അപ്പവുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പറയുകയാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് 1 സ്പൂൺ കൂടെ ഉപ്പിട്ട് കേട്ടോ, കാര്യം നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് അത് സെർവിങ് ബൗളിലോട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റുകയാണ്. കണ്ടില്ലേ, സെർവിങ് ബൗളിലോട്ട് മാറ്റുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ കേട്ടല്ലോ. അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ഇത് ബൗളിലോട്ട് സെർവ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കുകയാണ്, ആവശ്യത്തിന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി, വേറെ ലെവല്, വേറെ വൈബ്, വേറെ മൂഡാണ്. സോ എല്ലാവർക്കും എൻ്റെ ബ്ലെസ്ഡ് ഡേ. സ്റ്റേ ട്യൂൺ.